ഓക്കെ, സോ ഫെബ്രുവരി 9 8:30 നമ്മുടെ സാംസങ്ങിൻ്റെ അൺപാക്ഡ് ഇവൻറ്റ് നടക്കാൻ പോവാണ്. കുറേ ടീസറുകൾ നിങ്ങൾ കുറേ സ്ഥലങ്ങളിൽ കണ്ടു കാണും. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു അൺപാക്ഡ് ഇവൻറ്റിൽ നമ്മൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതിൻ്റെ ചെറിയൊരു ക്യാപ്സ്യൂളാണ്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഏറ്റവും ആദ്യത്തെ ടീസറിൽ ഒരു ഡാർക്ക് ടണൽ കാണിക്കുന്നുണ്ട്, അതിങ്ങനെ അനങ്ങുന്നുണ്ട്. സോ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, അറ്റത്തൊരു ടൈഗറും അതിൻ്റെ 2 കണ്ണുകളും കാണുന്നുണ്ട്. ആ ഒരു ഡോറ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഫോൺ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ പുറത്ത് ബ്ലറിയാണ്, അകത്ത് മാത്രം ഭയങ്കര ഷാർപ്പാണ്. അതിനുശേഷം നമ്മൾ അപ്സ്റ്റേഴ്സിലേക്ക് പോകുന്നു. അവിടെ ഇങ്ങനെ സിനിമ എടുക്കുന്നത് പോലെ കൈ ഇങ്ങനെ കാണിക്കുന്നു. അപ്പോഴേക്കും അതെല്ലാം കൂടെ അങ്ങ് ലൈറ്റപ്പ് ആയിട്ട് ബ്രൈറ്റ് ആയിട്ട് വരുന്നു. ഈ ഒരു ടീസറിൽ നിന്ന് തന്നെ കുറേയധികം കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റി. ഒന്ന്, ഓടുന്നത് അവർ കാണിക്കുന്നത് വീഡിയോ സ്റ്റെബിലൈസേഷൻ ആയിരിക്കാം. അതേപോലെ ആ ഒരു കണ്ണ് ഷാർപ്പായിട്ട് കാണിക്കുന്നതും ഒരു നല്ലൊരു ഹൈ ഡെഫിനിഷൻ അല്ലെങ്കിൽ 8K വീഡിയോ അങ്ങനത്തെ രീതിയിലുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ ആയിരിക്കാം. അതുപോലെ തന്നെ ഇവർ കാണിക്കുന്ന ആ ഒരു ഇങ്ങോട്ടും അങ്ങോട്ടും നീങ്ങുമ്പോഴുള്ള മോഷനും സ്ക്രീനിൻ്റെ അകത്ത് മാത്രം കാണിക്കുമ്പോൾ ക്ലിയർ ആയിട്ടിരിക്കുന്നത് മേ ബി നമുക്ക് വളരെ ഷാർപ്പറായിട്ടുള്ള ഫോട്ടോസ് ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ സമയത്തും എടുക്കാൻ പറ്റും എന്നുള്ളതായിരിക്കാം. അതുപോലെ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു കൈയുടെ ഉള്ളിൽ കൂടെ മാത്രം ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള സ്ക്രീൻ കാണുന്നു എന്നുള്ളത് മേ ബി ഭയങ്കര ലോ ലൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് കിടിലമായിട്ട് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു ടീസും കൂടെ ആയിരിക്കാം. എന്തായാലും രണ്ടാമത്തെ ടീസറാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അതായത് രണ്ടാമത്തെ ടീസറിൽ നമുക്ക് 2 ഫോണുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഒരെണ്ണം ഒരു നോർമൽ റൗണ്ടഡ് എഡ്ജുള്ള ഫോണും വേറൊരെണ്ണം നമുക്ക് ഏകദേശം ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഫോണുമാണ്. ഇത് രണ്ടും കൂടി ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ചുറ്റുന്നുണ്ട്. അതിനുശേഷം രണ്ടും കൂടെ ഫ്യൂസ് ആയിട്ട് ഒരൊറ്റ ഫോണായിട്ട് മാറുന്നു. അതിനുശേഷം ആ ഒരു ഫോണിൽ ഒരു വ്യക്തി ഇങ്ങനെ സ്റ്റാർസ് നോക്കിയിരിക്കുന്നു. ആ സ്ക്രീൻ ഭയങ്കരമായിട്ട് അങ്ങ് ബ്രൈറ്റ് ആവുന്നു. സോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ റൗണ്ടഡ് ആയിരിക്കുന്നത് ഒരു നോർമൽ എസ് സീരീസ് ഫോണും അതേപോലെ റെക്ടാങ്കിൾ ആയിട്ടുള്ളത് നമ്മുടെ നോട്ട് സീരീസും. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു കിഡിലൻ നോട്ട് സീരീസിലെ പോലെ തന്നെ ഫീച്ചേഴ്സ് ഉള്ള ഒരു എസ് സീരീസ് വരുന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ടായിരിക്കാം ഈ ഒരു ടീസർ വന്നത്. ആൻഡ് വേറൊരു ടീസറും കൂടെ വന്നിട്ടുണ്ട്. അതായത് കുറേയധികം മൾട്ടിമീഡിയ നോട്ട്സും മെസ്സേജ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് വന്ന് ഒരു S Pen ആയിട്ട് മാറുന്നു എന്നുള്ളതും. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ നമ്മുടെ S22 അൾട്രയുടെ ഉള്ളിൽ തന്നെ നമ്മൾക്കൊരു S Pen പ്രതീക്ഷിക്കാം. എന്തായാലും ഈ S22 സീരീസിൽ നമ്മൾ 3 ഫോണുകളാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്ന് ബേസ് മോഡൽ S22, രണ്ടാമത്തേത് S22 പ്ലസും മൂന്നാമത്തേത് S22 അൾട്രയും. അൾട്രയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ചെയ്ത് നിൽക്കുന്നത്. കാരണം നോട്ട് സീരീസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരുന്ന ഒരു സീരീസ് ആയിട്ടാണ് S22 അൾട്ര വന്നിരിക്കുന്നത്. എന്തായാലും S22 അൾട്രയുടെ സ്ക്രീനിൽ നിന്ന് തന്നെ തുടങ്ങാം. 6.8 ഇഞ്ചിൻ്റെ ക്വാഡ് HD+ ആയിട്ടുള്ള, അതും ഡൈനാമിക് AMOLED 2X ഉള്ള 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, അതും വേരിയബിൾ ആണ്. LTPO ഡിസ്പ്ലേ ആണ്. 1 ഹെർട്സ് തൊട്ട് 120 ഹെർട്സ് വരെയും പോകാൻ പറ്റുന്ന ഒരു കിടിലൻ ഡിസ്പ്ലേ ആണ്. അതുമാത്രമല്ല ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് 1750 നിറ്റ്സ് ആണ്. 1750 നിറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രകാശമാണ്. iPhone 13 Pro Maxലൊക്കെ ഏകദേശം 1200 1300 നിറ്റ്സ് വരെ ഉള്ളത്. 1750 നിറ്റ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബ്രൈറ്റ്. ഈവൻ കഴിഞ്ഞ കൊല്ലത്തെ S21 അൾട്ര ഏകദേശം 1500 ഉണ്ടായിരുന്നു. അതിലും കൂടുതൽ ബ്രൈറ്റ് ആണ്. ഇനി ഇതിൻ്റെ ഡിസൈനൊക്കെ കുറേ നാൾ മുന്നേ ലീക്ക് ആയതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്യാമറാസ് എത്ര ഉണ്ടാകും നമുക്ക് ഓൾറെഡി അറിയാം. സോ 5 ക്യാമറകളാണ് ഇതിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം എന്താ പറയുക, അത് ടോട്ടലി എംബോസ്ഡ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ക്യാമറ കട്ടൗട്ട് ഇല്ല, എന്നാൽ ഈ സർക്കിൾസ് മാത്രമായിട്ട് ബോഡിയിൽ നിന്നും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് എംബോസ് ചെയ്ത് വരുന്ന രീതിക്കാണ് ഒരു P ഷേപ്ഡ് ഡിസൈനിലാണ് നമ്മുടെ ക്യാമറാസ് ഉള്ളത്. സോ ഏതൊക്കെയാണ് ഈ 5 ക്യാമറ എന്ന് വെച്ചാൽ, പ്രൈമറി ക്യാമറ 108 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. ഇതിൻ്റെ മുകളിൽ ഒരു സൂപ്പർ കോട്ടഡ് ഗ്ലാസ് അല്ലെങ്കിൽ സൂപ്പർ ക്ലിയർ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അതായത് വളരെ സ്മച്ച് പ്രൂഫ് ആയിട്ടുള്ള, വളരെ റിഫ്ലക്ഷൻ കുറഞ്ഞിട്ടുള്ള, നല്ല രീതിയിലുള്ള നൈറ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന തരം ഒരു ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു 12 MP അൾട്രാ വൈഡ് ക്യാമറയുണ്ട്. ഇനി ടെലിഫോട്ടോ ലെൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് 10 MP 2 ടെലിഫോട്ടോ ലെൻസുകളാണ് ഉള്ളത്. ഒരെണ്ണം f2.4ഉം മറ്റൊരെണ്ണം f4.9ലുമാണ് ഇരിക്കുന്നത്. സോ ഇതിൽ എന്തിനാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് നമ്മുടെ പഴയ സ്പേസ് സൂം ഇല്ലേ, ആ ഒരു സ്പേസ് സൂം ഇതിനകത്തുണ്ട്. 100x സ്പേസ് സൂമാണ് ഇതിനകത്തുള്ളത്. സോ ആ ഒരു ഫീച്ചർ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടെലിഫോട്ടോ ലെൻസിൻ്റെ ആ ഒരു ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ലേസർ ഓട്ടോ ഫോക്കസും ഉണ്ട്. ഇനി ഫ്രണ്ട് ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 40 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ആൻഡ് ഇനി അടുത്ത പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് 2 ടൈപ്പ് പ്രോസസ്സേഴ്സിലാണ് ഈ ഫോൺ വരാൻ പോകുന്നത്. നമ്മുടെ എക്സിനോസിൻ്റെ 2200 പ്രോസസ്സറും അതുപോലെ സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen 1ലുമാണ് വരുന്നത്. പക്ഷേ റീജിയൻ ബേസ്ഡ് ആയിരിക്കും. ഏതൊക്കെ റീജിയൻസിലാണ്, എന്നാലും യൂറോപ്പിലൊക്കെ നമുക്ക് സ്നാപ്ഡ്രാഗണൊക്കെ പ്രതീക്ഷിക്കുക. എക്സിനോസ് പല സ്ഥലങ്ങളിലും പല രീതിക്കാണ്. ഇപ്പോഴും ടോട്ടലി അങ്ങ് ക്ലിയർ ആയിട്ടുള്ള ഏതൊക്കെ റീജിയൻസിലാണ് നമുക്ക് എക്സിനോസ് വരുന്നത്, സ്നാപ്ഡ്രാഗൺ വരുന്നത്. എന്തായാലും ഇന്ത്യയിൽ വരാണെങ്കിൽ എക്സിനോസ് വേരിയൻ്റ് ആയിരിക്കും മിക്കവാറും വരുന്നത്. പക്ഷേ 2200 എന്ന് പറയുന്നത് ഭയങ്കര നല്ല പെർഫോമിംഗ് ആയിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ടുള്ളതാണ് എന്ന് പറയപ്പെടുന്നു. AMDയുടെ ഇൻറ്റഗ്രേഷനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇനി അടുത്ത S22 അൾട്രയുടെ ഉള്ളിൽ തന്നെ നമുക്ക് S Pen ഫീച്ചർ കിട്ടുന്നുണ്ട് എന്ന്
പറഞ്ഞായിരുന്നു. പക്ഷേ ഈ S Pen ഫീച്ചറിൽ S Penൽ തന്നെ കുറേയധികം അപ്ഗ്രേഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഫോൾഡ് 3യിലുള്ള S Penൻ്റെ ലേറ്റൻസി എന്ന് പറയുന്നത് 2.8 മില്ലി സെക്കൻഡ് ആയിരുന്നു. സോ അതായിരുന്നു എനിക്ക് തോന്നുന്നു S Penൽ വെച്ച് തന്നെ ഏറ്റവും ലോവസ്റ്റ് ലേറ്റൻസി. ശരിക്കും നമ്മളൊരു പേപ്പറിൽ എഴുതുന്ന ഫീൽ കിട്ടുന്ന രീതിക്കുള്ള ലേറ്റൻസി തന്നൊരു S Pen. ആ ഒരു സെയിം ടെക്നോളജി തന്നെയാണ് ഇതിലും കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, നമ്മുടെ നോട്ട് 20 അൾട്രയിലൊക്കെ ഏകദേശം 9 മില്ലി സെക്കൻഡ്സ് ആയിരുന്നു ലേറ്റൻസി. ഇത് 2.8 എന്ന് പറയുമ്പോൾ ലേറ്റൻസി ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനി അതുപോലെ തന്നെ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് 8K വീഡിയോസ് സൂപ്പർ സ്റ്റേബിൾ മോഡിൽ എടുക്കാൻ പറ്റും. നല്ല സ്റ്റെബിലൈസേഷനിലും തന്നെ 8K വീഡിയോസ് എടുക്കാൻ പറ്റും എന്ന് കേൾക്കുന്നു. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി വിത്ത് 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. പിന്നെ ഈ ഇവൻറ്റിൽ വരാൻ പോകുന്ന രണ്ടാമത്തെ ഡിവൈസ് S22 Plus ആണ്. S22 Plus എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ S22 സീരീസ് എങ്ങനെയാണോ ഇരിക്കേണ്ടത് ആ ഒരു രൂപത്തിൽ തന്നെയാണ് S22 Plusം കാണുന്നത്. ഇതിനകത്ത് നമുക്ക് ഏകദേശം 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD ആയിട്ടുള്ള AMOLED, ഇതേപോലെ തന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റോട് കൂടിയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് കാണാനായിട്ട് വരുന്നത്. പക്ഷേ ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സിൽ വ്യത്യാസമുണ്ട്. 1300 നിറ്റ്സ് ആണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്. ഇനി ബാക്ക് ക്യാമറ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. പക്ഷേ പ്രൈമറി 50 MP ക്യാമറ, പിക്സൽ ബിന്നിങ് ടെക്നോളജി ഉണ്ട്. അതായത് ഈ ഒരു 50 MP എന്ന് പറയുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്ത് 12 MP to 108 MP വരെയൊക്കെ നമുക്ക് ഡിജിറ്റലി മാറ്റാനായിട്ട് പറ്റുന്ന പിക്സൽ ബിന്നിങ് ടെക്നോളജി ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ പിന്നെ നമുക്ക് 12 MP അൾട്രാ വൈഡ് ക്യാമറയും പിന്നെ നമുക്ക് 10 മെഗാ ഒരു ടെലിഫോട്ടോ ലെൻസുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഫ്രണ്ട് ക്യാമറ സർപ്രൈസിംഗ്ലി 10 MP ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ക്യാമറ. എനിവേ ഈ ഒരു രീതിക്കാണ് ക്യാമറ സെറ്റപ്പ് വന്നിരിക്കുന്നത്. ഇനി ചാർജിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് S22 Plusലും വരുന്നുണ്ട്. പക്ഷേ ബാറ്ററി കുറവാണ്. മറ്റേതിൽ 5000 ആയിരുന്നു, ഇനി 4500 മാത്രമേ ഉള്ളൂ. ഇനി S22ലേക്ക് വരുവാണെങ്കിൽ S22 Plusൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടെ കുട്ടി എന്ന് പറയാൻ ഭയങ്കര കുട്ടിയൊന്നുമല്ല. 6.1 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. പക്ഷേ നമ്മുടെ മറ്റേ ഫോണിൽ S22 Plus കണ്ട പോലെ സെയിം സ്ക്രീൻ തന്നെയാണ് ഇതിലും വരുന്നത്. സെയിം ബ്രൈറ്റ്നസ് 1300 നിറ്റ്സ് ഒക്കെ തന്നെയാണ്. ബാക്ക് ക്യാമറ സെറ്റപ്പും സെയിം തന്നെയാണ്. വലിയ വ്യത്യാസങ്ങളൊന്നും ഫിസിക്കലി കാണാനും ഇല്ല. പക്ഷേ എന്താണ് ആക്ച്വൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രൈമർലി ഇതിൻ്റെ ചാർജിങ് 25 വാട്ടിൽ ക്യാപ്ഡ് ആണ്. സോ 25 വാട്ട് വരെ ഫാസ്റ്റ് ചാർജിങ് കിട്ടുള്ളൂ. പിന്നെ ബാറ്ററി കുഞ്ഞിതാണ്, 3700 mAh ഒരു ബാറ്ററി മാത്രമേ ഉള്ളൂ. സോ ഇതാണ് പ്രൈമറി ആയിട്ട് നമുക്ക് ഈ S22 Plus നിന്നും S22ൽ നമുക്ക് കാണാൻ പറ്റുന്ന വ്യത്യാസം. പക്ഷേ പ്രൈസിലും നല്ല വ്യത്യാസമുണ്ട്. ഇനി പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ S22 വരാൻ പോകുന്നത് $899 ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇനി S22 Plus ആണെങ്കിൽ $1099. ഇനി നമ്മുടെ അൾട്രാ വേരിയൻറ്റ് $1299 ഒരു പ്രൈസ് റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു ഡിഫറൻസ് ശരിക്കും S22 എന്നും 22 Plus എന്നും നല്ല ഒരു പ്രൈസ് ഡിഫറൻസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു S22 Plus എന്നും അൾട്രയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര വ്യത്യാസമുണ്ടോ അതേ ഒരു വ്യത്യാസം തന്നെയാണ് നമുക്ക് 22ലും 22 Plusലും കാണുന്നത്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് 3 ഡിവൈസുകളെ കുറിച്ചും അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മുടെ അൺപാക്ഡ് ഇവൻറ്റിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തായാലും ഫെബ്രുവരി 9 രാത്രി 8:30 മണിക്കാണ് ഇന്ത്യയിൽ സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അന്നത്തെ ദിവസം കാണാം ഇതിൽ എത്രത്തോളം ഇത് കുറേയധികം ലീക്സ് ആണ്, കുറേയധികം ആക്ച്വലി കൺഫേംഡ് ബൈ സാംസങ് ന്യൂസ് ആണ്. എത്രത്തോളം പ്രോപ്പറായിട്ടുള്ള ഇനി ഇതിൽ നമുക്ക് കവർ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ഇനി ചിലപ്പോൾ ആ ഒരു ഇവൻറ്റിൽ നടന്നു എന്നിരിക്കാം. എന്തായാലും നമുക്ക് ആ ഒരു ഇവൻറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വീഡിയോയും കൂടെ കവർ ചെയ്യാം. സോ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്ന ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.